ഞാൻ ഡോക്ടർ മീനു സി ജേക്കബ്, ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ഒഫ്താൽമോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. നിങ്ങൾ ഗ്ലോക്കോമ എന്ന് കേട്ടിട്ടുണ്ടോ? കണ്ണിനുള്ളിലെ മർദ്ദം അഥവാ ഇൻട്രാ ഓക്കുലാർ പ്രഷറിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് മൂലം കാഴ്ച ഞരമ്പിനുണ്ടാകുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള രോഗാവസ്ഥയാണ് ഗ്ലോക്കോമ. സാധാരണയായി പ്രായമായവരിലും മയോപ്പിയ, ഡയബറ്റിസ് മെലിറ്റസ് അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ഓഫ് ഗ്ലോക്കോമ ഇവയൊക്കെ ഉള്ളവരിലാണ് നമ്മൾ ഗ്ലോക്കോമ കാണുന്നത്. പലതരം ഗ്ലോക്കോമയുണ്ട്. പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ, പ്രൈമറി ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ, സെക്കൻഡറി ഗ്ലോക്കോമ. ഇതിൽ പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ എന്ന സാധാരണ കാണുന്ന ഗ്ലോക്കോമയ്ക്ക് പ്രത്യേകമായി രോഗലക്ഷണങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകില്ല. എന്നാൽ ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമയ്ക്ക് കണ്ണിൽ ചെറിയ വേദന ഉണ്ടാവുകയും ചെറിയ രീതിയിലുള്ള തലവേദന ഉണ്ടാവുകയും ലൈറ്റിന്റെ മുമ്പിൽ നോക്കുമ്പോൾ വർണ്ണവലയങ്ങൾ കാണുകയും ഛർദി ഈ രോഗലക്ഷണങ്ങൾ ഉണ്ടാവുകയും ചെയ്യാം. ഈ രോഗാവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണയായി ഏർലി സ്റ്റേജുകളിലൊന്നും ഒരു രോഗലക്ഷണങ്ങളും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പേഷ്യന്റിന്റെ നേർക്കാഴ്ചയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. അവരുടെ ചുറ്റുമുള്ള കാഴ്ച അതായിരിക്കും ആദ്യമായി അഫക്റ്റ് ചെയ്യുക. ഈ ചുറ്റുമുള്ള കാഴ്ച അഥവാ ഫീൽഡ് ഓഫ് വിഷൻ ചുരുങ്ങി അവർ ഒരു ചെറിയ ട്യൂബിലൂടെ കാണുന്നത് പോലുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും. ആ അവസ്ഥ അതായത് ട്യൂബുലാർ വിഷനിലേക്ക് എത്തിച്ചേരുമ്പോഴേക്കും അവരുടെ കാഴ്ച ഞരമ്പ് തിരിച്ചു പിടിക്കാനാവാത്ത വിധമുള്ള ഡാമേജിലേക്ക് എത്തിയിട്ടുണ്ടാകും. അതുകൊണ്ട് 40 വയസ്സിന് മുകളിലുള്ള എല്ലാവരും വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു നേത്രരോഗ വിദഗ്ധനെ കണ്ട് കണ്ണിന്റെ മർദ്ദവും അതായത് ഇൻട്രാഓക്കുലർ പ്രഷറും കാഴ്ച ഞരമ്പും നിർബന്ധമായിട്ടും ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. രോഗലക്ഷണങ്ങൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവർ ഫീൽഡ് ടെസ്റ്റ് അഥവാ പെരിമെട്രി, കണ്ണിന്റെ സ്കാൻ, OCT എന്ന് പറയുന്ന സ്കാൻ ഇവയിലൂടെ രോഗനിർണയം നടത്തുകയും കൃത്യമായ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. ഇനി നമുക്ക് ഇതിന്റെ പ്രധാനപ്പെട്ട ചികിത്സാ രീതികൾ എന്തെല്ലാമാണെന്ന് നോക്കാം. പ്രധാനമായും 3 ചികിത്സാ രീതികളാണുള്ളത്: മെഡിക്കൽ ട്രീറ്റ്മെന്റ്, ലേസർ ട്രീറ്റ്മെന്റ് ആൻഡ് സർജിക്കൽ ഓപ്ഷൻസ്. പ്രധാനമായ ചികിത്സാ രീതി മെഡിക്കൽ ട്രീറ്റ്മെന്റ് തന്നെയാണ്. തുള്ളിമരുന്നുകൾ, പലതരം തുള്ളിമരുന്നുകൾ വിപണിയിൽ അവൈലബിൾ ആണ്. ഓരോ രോഗിയുടെയും രോഗാവസ്ഥയും അവരുടെ ലൈഫ് എക്സ്പെക്ടൻസിയും ബാക്കിയുള്ള റിസ്ക് ഫാക്ടേഴ്സും എല്ലാം കണക്കിലെടുത്ത് ഒന്നോ അതിലധികമോ തുള്ളിമരുന്നുകൾ ഡോക്ടർ സ്റ്റാർട്ട് ചെയ്യും. ഇത് കൃത്യമായ സമയത്ത് കൃത്യമായ ഡോസിൽ കൃത്യമായ ഫോളോ അപ്പിലൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ണിന്റെ പ്രഷർ കൺട്രോൾ ചെയ്യുന്നതിലൂടെ ഗ്ലോക്കോമയുടെ പ്രോഗ്രഷനെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്താം. രണ്ടാമത്തെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ലേസർ ട്രീറ്റ്മെന്റ് ആണ്. ഇത് യൂഷ്വലി യൂസ് ചെയ്യുന്നത് ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ എന്ന് പറയുന്ന വെറൈറ്റി ഓഫ് ഗ്ലോക്കോമയ്ക്കാണ്. ഈ തുള്ളിമരുന്നുകളിലൂടെയും ലേസർ ട്രീറ്റ്മെന്റിലൂടെയും ഒന്നും നമുക്ക് ഗ്ലോക്കോമയുടെ പ്രോഗ്രഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ പ്രഷർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കണ്ണിന്റെ പ്രഷർ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് സർജിക്കൽ ഓപ്ഷൻസും അവൈലബിൾ ആണ്. എന്നിരുന്നാലും സർജിക്കൽ ഓപ്ഷൻസിലൂടെ ഒന്നും നമുക്ക് ഡാമേജ് വന്ന കാഴ്ച ഞരമ്പിനെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചാക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് കാഴ്ചയുടെ ഈ നിശബ്ദ കൊലയാളിയെ നേരത്തെ തന്നെ തിരിച്ചറിയുകയും കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുകയും കറക്റ്റായ ഫോളോ അപ്പിലൂടെ പ്രോഗ്രഷനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യണം. ഗ്ലോക്കോമ ഇവാലുവേഷന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളും ട്രീറ്റ്മെന്റുകളും ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒഫ്താൽമോളജി വിഭാഗത്തിൽ അവൈലബിൾ ആണ്. താങ്ക് യു.